ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓഫർ സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സ്മാർട്ട് ഫോണുകളെ കുറിച്ചുള്ള ഓഫറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടു. ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐക്കണിൽ കൊടുക്കാം. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണുകളെ മാറ്റി നിർത്തിയാൽ മറ്റ് കുഞ്ഞു കുഞ്ഞു ഗാഡ്ജറ്റുകൾക്കും നല്ല ഓഫർ കിട്ടുന്നുണ്ട്. സോ അതിൽ നിന്ന് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഡീലുകളാണ് ഞാനിവിടെ പറയുന്നത്. അതിനോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് വീണ്ടും ഞാനൊരു കാര്യം പറയുന്നു. ഓഫറുകൾ ഉണ്ട് എന്ന് കരുതി നിങ്ങൾ ഒരു പ്രൊഡക്റ്റും വാങ്ങാനായിട്ട് നിൽക്കരുത്. നിങ്ങൾക്കത് ആവശ്യമുണ്ടോ, നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അതിനു വേണ്ടി പൈസ കളയുക. അതല്ലാതെ അനാവശ്യമായിട്ട് യാതൊരു കാരണവശാലും പൈസ കളയരുത്. ഓക്കെ, നല്ല സ്മാർട്ട് വാച്ചുകൾ നോക്കുന്നവർക്ക് CMF വാച്ച് പ്രോ 2 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അത് അത്യാവശ്യം നല്ല ഡീലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 3999 രൂപയ്ക്ക് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. 5000 രൂപയ്ക്കാണ് അത് വിറ്റിരുന്നത്. 1000 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ചില സമയത്ത് 4500 വിറ്റിരുന്നു കേട്ടോ. എന്നാലും എക്സ്ട്രാ 500 കൂടി ചേർത്ത് 4000 രൂപയ്ക്ക് നമുക്കത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ CMFിൽ തന്നെ വാച്ച് പ്രോ എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷനും ഏകദേശം 3000 രൂപയ്ക്കാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്നത്. ഈ രണ്ട് ഫോണും നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്ന രണ്ട് ഫോണുകളാണ്. നല്ല ബാറ്ററി ലൈഫും ഏകദേശം 10 ദിവസത്തിന് മുകളിൽ ഈ രണ്ട് വാച്ചുകളും ബാറ്ററി ലൈഫും തരുന്നുണ്ട്. സോ CMFിന്റെ വാച്ച് സീരീസ് നല്ലത് തന്നെയാണ്. സാംസങ് ഗാലക്സി വാച്ച് 4 ക്ലാസിക് 8000 രൂപയ്ക്ക് ആമസോണിൽ ഓഫർ വന്നിട്ടുണ്ട്. സോ ഇതൊരു 3 വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള വാച്ച് ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാറ്ററി ലൈഫ് ശോകമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. പക്ഷെ നമുക്കിവിടെ LTE വേർഷൻ ഈ പറയുന്ന 8000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു ഓഫറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു വാച്ച് 9000 രൂപയ്ക്ക് 8500 കഴിഞ്ഞ ഓഫർ ടൈമിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്റ്റിൽ ഇതിപ്പോഴും നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ അമാസ്ഫിറ്റിന്റെ ആക്റ്റീവ് എന്ന് പറയുന്ന വാച്ച് നോർമലി ഏകദേശം 6000-5000 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന ഈ ഒരു വാച്ച് 4499 രൂപയ്ക്ക് ഇപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലപോലെ ഹെൽത്ത് ഒക്കെ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അമാസ്ഫിറ്റ് ആക്റ്റീവ് എന്ന് പറയുന്ന വാച്ച് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഇനി നല്ല TWS നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബോട്ടിന്റെ നിർവാണ അയൺ ANC എന്ന് പറയുന്ന മോഡൽ ഏകദേശം 1699 1799 ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ആ ഒരു TWS ഇറങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. സോ ആ ഒരു പ്രൈസിന് അത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ബോട്ട് നിർവാണ അയൺ ANC എന്ന് പറയുന്നത് നല്ലൊരു ഡീല് തന്നെയാണ്. അതേപോലെ തന്നെയാണ് OnePlusന്റെ നോഡ് ബഡ്സ് 2 എന്ന് പറയുന്നത്. 2R അല്ല 2 1999 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ANC മോഡലാണ് അത്. അതിൻ്റെ ഭയങ്കര കോമ്പാക്ട് സൈസ് പലർക്കും ഇഷ്ടമല്ല, പലർക്കും ഇഷ്ടമാണ്. സോ അതിൻ്റെ ഡിസൈനും കൂടി നോക്കിയതിന് ശേഷം നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്യുക. എന്തായാലും 2000 രൂപയ്ക്ക് നല്ലൊരു ഡീല് തന്നെയാണ്. നിങ്ങൾക്കൊരു 2200 രൂപ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോട്ടോ ബഡ്സ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു മോട്ടോ ബഡ്സ് വാങ്ങാനായിട്ട് സാധിക്കുക. അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഞാനത് കേട്ടിട്ടുണ്ട്. നല്ല ടൂണിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് തന്നെ മോട്ടോ ബഡ്സ് പ്ലസ് എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന TWS ആണ്. 5999 രൂപ വില വരുന്ന ആ ഒരു TWSൽ ബോസിന്റെ സൗണ്ട് ട്യൂണിംഗ് ആണ് കിട്ടുന്നത്. ഈ ഒരു മോട്ടോ ബഡ്സ് ലോഞ്ച് ചെയ്തത് 5000 രൂപയ്ക്ക്, മോട്ടോ ബഡ്സ് പ്ലസ് ലോഞ്ച് ചെയ്തത് 10000 രൂപയ്ക്കായിരുന്നു. ഇപ്പം ഏകദേശം 50% ഡിസ്കൗണ്ടിലാണ് അവർ സെല്ല് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡീല് തന്നെയാണ്. അത് മാത്രമല്ല കേട്ടോ, നല്ല പ്രൊഡക്റ്റുകൾ തന്നെയാണ്. നമുക്ക് പാട്ട് കേൾക്കാനാണെന്നുണ്ടെങ്കിലും സിനിമ കാണാനാണെന്നുണ്ടെങ്കിലും നല്ല സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് മോട്ടോ ബഡ്സും മോട്ടോ ബഡ്സ് പ്ലസിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഒരു നെക്ക് ബാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ 1399 രൂപയ്ക്ക് റിയൽമി ബഡ്സ് വയർലെസ് 3 എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നല്ല കിടിലൻ ബൈ ആയിരിക്കും. ഇപ്പോൾ OnePlusന്റെ ആണെങ്കിലും ഈവൻ ബോട്ടുകളുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും CMFിന്റെ നെക്ക് ബാൻഡ് ആണെങ്കിലും അതിനേക്കാളൊക്കെ ഒരു പടി മുകളിലാണ് ഈ റിയൽമി ബഡ്സ് വയർലെസ് 3 എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സോ നല്ലൊരു ബൈ ആയിരിക്കും 1399. ഇനി ടാബ്ലറ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഷവോമിയുടെ സൈഡിൽ നിന്നുള്ള പാഡ് 6 1999 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് ഇപ്പോൾ അത് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. നോർമലി അത് സെല്ല് ചെയ്യുന്നത് 26,000 27,000 ആ ഒരു പ്രൈസ് കാറ്റഗറിയിലാണ്. നമുക്ക് ഗെയിമിംഗ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഇനി നോർമൽ ടാബ് കൊണ്ടുള്ള പർപ്പസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ പാഡ് 6 എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് അടക്കം സൂപ്പറാണ്. സോ നിങ്ങൾക്ക് 20,000 രൂപ വരെ സ്പെൻഡ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാഡ് 6 എന്ന് പറയും, ഷവോമി പാഡ് 6 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.
ഇനി നിങ്ങളൊരു സാംസങ്ങിന്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സാംസങ് ഈക്കോ സിസ്റ്റം വേണം എന്നുണ്ടെങ്കിൽ, ഈവൻ സാംസങ്ങിന്റെ ഗാലക്സി AI ഫീച്ചേഴ്സ് അടക്കം വേണം എന്നുണ്ടെങ്കിൽ അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സാംസങ് ടാബ്ലറ്റ് ആണ് സാംസങ് ഗാലക്സി S9 FE എന്ന് പറയുന്നത്. നമുക്ക് സ്ക്രീൻ ഷെയറിങ് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ പറയുന്ന സാംസങ് ഈക്കോ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് വെച്ച് സാധിക്കുന്നുണ്ട്. 19,999 രൂപ തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിന്റെയും പ്രൈസ് വരുന്നത്. ഈ ആപ്പിൾ മാക്ബുക്ക് ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് മാക്ബുക്ക് എയർ M1 എന്ന് പറയുന്നത്. ഈ ഒരു എയർ M1 എന്ന് പറയുന്ന മോഡൽ ഓൾറെഡി ആപ്പിൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. M1 ചിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ ആണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2-3 കൊല്ലത്തേക്ക് പോട്ടെ, അതിൽ കൂടുതലാണെങ്കിലും നല്ല പെർഫോമൻസ് തരാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു M1 എന്ന് പറയുന്നത്. ഇനി ഒരു വ്ളോഗിംഗ് ഒക്കെ ചെയ്യണം, ഒരു ആക്ഷൻ ക്യാമറ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡീലാണ് GoPro Hero 12ന്റെ ബണ്ടിൽ പാക്ക്. ഏകദേശം 34,000 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് ഇതിപ്പോൾ അവൈലബിൾ ആണ്. നോർമൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 42,000 43,000 ഒക്കെ വരാറുണ്ട്. സോ നിങ്ങളൊരു വ്ളോഗിംഗ് ഒക്കെ നോക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ Hero 12 ബണ്ടിൽ പാക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സോ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ നല്ല ഡീലുകളായിട്ട് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ നല്ല ഓഫറുകളും നല്ല പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഏതെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അതൊന്ന് അറിയിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഹെൽപ്പായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.